ശാഫി ഇമാം റളിയല്ലാഹു അൻഹു സുഖമില്ലാതെ വരുമ്പോ ശിഷ്യന്മാരെ പറഞ്ഞു വിടും. ആരുടെ അടുക്കലേക്ക്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക്. രോഗശമനത്തിന് ദുആ. അവര് ദ്വായിരുന്നാൽ ദ്വായിൽ ഇജാബത്താൽ അവരുടെ അതേ നിലയിൽ മക്കയിൽ ജീവിച്ച് 800 കാലഘട്ടം പുണ്യമാക്കപ്പെട്ട ഈ നാടിന് ആത്മീയമായ തിലകച്ചാർത്തായി ആതുര സേവന രംഗങ്ങളിൽ പരിപൂർണമായി നിറസാന്നിധ്യമായി ഇജാബത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി ഈ നാടിന് ആത്മീയ പ്രഭയിലേക്ക് നയിക്കാൻ അല്ലാഹു മഹാനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്ന നിർദ്ദേശത്തോടുകൂടി ഈ നാടിന് സമ്മാനിച്ചതാകുന്ന ബഹുമാനപ്പെട്ട മഹിളയാണ് ബീമാ ഉമർ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാകട്ടെ. നഫീസ ബീവി എങ്ങനെയാണോ പറഞ്ഞു വിട്ടത് ഈജിപ്തിന്റെ മണ്ണിലേക്ക്, അതേപോലെ ആതുര സേവന രംഗങ്ങളിൽ ദുആഇന് ഇജാബത്തുള്ള മഹിളയായിരുന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി എപ്പോഴും ദുആ രക്കാൻ പറയും. ശാഫി ഇമാമിന് വേണ്ടി ദുആ രക്കുമ്പോൾ ശിഷ്യന്മാര് തിരിച്ചങ്ങോട്ടെത്തുമ്പോൾ രോഗം പരിപൂർണമായി ശമനാണ്. അവസാനം വഫാത്തിന്റെ ഘട്ടത്തിൽ ഇതേപോലെ പറഞ്ഞു വിട്ടു. മഹദി പറഞ്ഞു ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, മൗത്തടുത്തെത്തി എന്ന് മഹദിയാവുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതേപോലെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടവരാണ് ഇവർ. 800 കാലഘട്ടം അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അതുകൊണ്ട് അവർ നിസ്സാരക്കാരല്ല എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഹറാമ് വരാൻ പാടില്ല. അവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ മറ നിർബന്ധമാണ്. അതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണ്. അതാണ് സുന്നത്ത് ജമാഅത്ത്. അല്ലെങ്കിൽ എന്നോട് പറയും, ഇരിക്കുന്ന ഉലമാക്കളോട് ചർച്ച ചെയ്യും. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും നമ്മളില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു ഉലമാക്കളെ തയ്യാറല്ല. ഇത്രയും കാലം ഇങ്ങനെ ചെയ്തില്ലേ, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാണില്ല. ആ പാട്ടൊന്നും ഇനി പാടില്ല. നമ്മൾ മാറ്റം വരുത്താൻ പറഞ്ഞ ദീനിന്റെ വിഷയങ്ങളിൽ പരിപൂർണമായി മാറ്റം വരുത്തണം. അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ മറ നിർബന്ധമാണ്. സെൻട്രൽ ഒരു ബോർഡ് അങ്ങോട്ട് ഇട്ടോളി, സ്ത്രീകളിൽ പുറത്ത് പുരുഷന്മാർക്ക് പുറത്ത്. അങ്ങനെ ചെയ്താൽ മാത്രമേ വിജയിക്കൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നമ്മൾ ഈ ഉറൂസോട് കൂടി ഇൻഷാ അല്ലാഹ് അത് പാസ്സാവണം. കമ്മിറ്റിക്കാർ പ്രത്യേകത ശ്രദ്ധിക്കണം. ആ വിഷയത്തിൽ ഞാൻ കമ്മിറ്റിയോട് ജാഗ്രത പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ. നമ്മൾ ഈ പറയുന്ന ദീനിന്റെ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചു പോയാൽ വല്ലാഹി സുമ വല്ലാഹി നമ്മളെ അതിജയിക്കാൻ ഒരാളും ഉണ്ടാവൂല. ഒരാൾ നമുക്കെതിരിൽ കുതിര കയറൂല. എല്ലാ കാര്യങ്ങളും ദീനിയായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ.